എന്ന് ചോദിച്ചു. പോയിന്ന് കളവ് പറയാൻ എനിക്ക് ധൈര്യമില്ല, പോയില്ല എന്ന് സത്യം പറയാനും എനിക്ക് ധൈര്യമില്ല. ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് കളവ് പറഞ്ഞാൽ, ഇനിയോ ഞാൻ പോയി എന്നെങ്ങാനും കളവ് പറഞ്ഞാലുള്ള ഗൗരവം വേറെ, പോയില്ല എന്ന സത്യം പറഞ്ഞാൽ അവിടെ എന്നെ വെറുത്തു കളയുമോ എന്ന് പേടിയായി. ഞാൻ ഒരൊറ്റ ഓട്ടം ഓടി. ഓടുന്ന ഓട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇന്നി ദാഹിബുൻ അൽ ആന യാ റസൂലല്ലാഹ്, ഞാനിപ്പോ പോയിക്കോളാം നബിയെ എന്നും പറഞ്ഞ് ഞാൻ ഒരൊറ്റ ഓട്ടമോടി. അനസ് തങ്ങൾ പറയാണ്, അതും പറഞ്ഞ് ഞാൻ ഓടിയെങ്കിലും എനിക്ക് തോന്നി അവിടുത്തെ മുഖമൊന്ന് കാണണം, എന്നോട് ദേഷ്യം പിടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ കുറെ ദൂരം ഓടിയിട്ട് അവിടുത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ ഓട്ടവും നോക്കി ഫൈദാ ഹുവ യബ്തസിമൂ, അവിടുന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ നേതാവിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് അങ്ങനെ തന്നെ കൂടെ കൂടി 10 കൊല്ലം അവിടുത്തെ ഖാദിമായി. അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടും ദീർഘകാലം അനസ് തങ്ങൾ ജീവിച്ചു. 100-ലധികം വർഷം ജീവിച്ചു. ഇനി ആ മഹബത്തിന്റെ ഉദാഹരണം പറയാൻ, അങ്ങനെ പാടുണ്ടോ ഇങ്ങനെ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ. അവസാനം അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് മരണമാസന്നമായപ്പോ സ്വഹീഹുൽ ബുഖാരി മറിച്ച് നോക്ക് നിങ്ങൾ. ഫലമ്മാ ഹദറ അനസ് ഇബ്നു മാലിക്, അനസ് ഇബ്നു മാലിക് അൽ വഫാത്ത് മരണമാസന്നമായപ്പോൾ എന്താ വസിയ്യത്ത്? തലയണയുടെ ചുവട്ടിൽ നിന്ന് മഹാനവർകൾ. അപ്പോ അനസ് ഇബ്നു മാലിക് തങ്ങൾ തന്റെ തലയണയുടെ ചുവട്ടിൽ നിന്ന് ഒരു കുപ്പിങ്ങെടുത്തു. കുപ്പിങ്ങെടുത്തിട്ട് തന്റെ അരികിലുള്ളവരോട് വസിയ്യത്ത് ചെയ്യുന്നു. എന്താ വസിയ്യത്ത്? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാൻ മരിച്ചിട്ട് നിങ്ങൾ എന്നെ കഫൻ ചെയ്യുമ്പോ, എന്റെ ദ്വാരങ്ങളിൽ പഞ്ഞി വെക്കുമ്പോൾ ആ പരുത്തിയിൽ നിങ്ങൾ ഈ കുപ്പിയിൽ നിന്ന് ഓരോ തുള്ളി ഉറ്റിക്കണം. ഇത് സ്വഹീഹുൽ ബുഖാരി. എന്താ കുപ്പിയിലുള്ളത്? ആ കുപ്പിയിലുള്ളത് കസ്തൂരിയല്ല, ആ കുപ്പിയിലുള്ളത് ഊതുമൂദിന്റെ അത്തറുമല്ല, ആ കുപ്പിയിലുള്ളത് അറഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്റെ മുത്തുനബിയുടെ വിയർപ്പാണ്, ഇതെന്റെ ഉമ്മ തന്ന മുതലാണ്, എന്റെ ഉമ്മ എന്നെ ഏൽപ്പിച്ച മുതലാണ്. ആ വിയർപ്പിന്റെ വാസനയിൽ എനിക്കെന്റെ ഖബറിൽ കിടക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത മഹാനാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ